ഇന്ന് നമ്മളുള്ളത് വട്ടവടയിൽ തന്നെ ചെറിയൊരു ഫോറസ്റ്റ് യാത്രയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മൃഗങ്ങളെയും ഒക്കെ കാണാൻ കൂടിയിട്ടാണ്. അപ്പം ഞങ്ങളേ വട്ടവട പോണ റൂട്ടിലേക്കാണ് കേട്ടോ അപ്പൊ പോണത്. ഇവിടെ നിർത്തരുത് എന്ന് പറഞ്ഞേക്കണ വണ്ടി ഇതാ നോക്കി മലയെണ്ണാൻ പോണുണ്ടോ. നമ്മുടെ അടുത്ത് വണ്ടി ഇവിടെ നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാ 6 മണിക്ക് മുന്നേ നമ്മുടെ അടുത്ത് റിട്ടേൺ പോകണം എന്നാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റേ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 6 മണിക്ക് മുന്നേ റിട്ടേൺ പോകണം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നമ്മള് വട്ടവട പോണ റൂട്ടിലാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എനിമലിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വണ്ടി നിർത്താൻ പോണില്ല, കാരണം നമ്മുടെ അടുത്ത് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ 2 സൈഡ് ഫുള്ള് നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം കേട്ടോ. നിങ്ങൾ ഈ ഒരു റൂട്ട് കണ്ട നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ, 2 സൈഡും പച്ചപ്പ് നിറഞ്ഞു നിൽക്കണം ഇങ്ങനൊരു സ്ഥലം. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടാ കാറിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും കുറേ നേരം ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാം.
നമ്മൾ ഈ വട്ടവട വന്നിട്ട് ഈ ഫോറസ്റ്റിനകത്തുകൂടെ എടുത്തേക്കണ കാര്യം തന്നെ അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു മൃഗത്തിനും കാണാൻ പറ്റില്ല. ചെറിയ ചെറിയ അണ്ണാനും അങ്ങനെ കുരങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ പോണത് ഇനി നേരെ മൂന്നാറ് ടൗണിൽ പോവും. ടൗണിൽ നിന്ന് ഗ്യാപ്പ് റോഡിൽ നിന്ന് എവിടെയൊക്കെയാണ്? ഗ്യാപ്പ് റോഡ് വഴി തേനി വഴി. ഗ്യാപ്പ് റോഡ് തേനി അങ്ങനെ പോവാനാണ് കേട്ടാ നോക്കണ. ഇനി അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് നേരെ ഗ്യാപ്പ് റോഡ് തേനി അങ്ങനെ നേരെ പൊള്ളാച്ചി അങ്ങനെ നേരെ വീട്ടിലേക്കാണ് കേട്ടാ പോണത്. അങ്ങനെ നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെയുള്ള വ്യൂ പോയിന്റും രണ്ട് സൈഡിലുള്ള ആ ഒരു പച്ചപ്പും അത് പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഈ യാത്ര അടിപൊളി തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ ഗ്യാപ്പ് റൂട്ട് പറഞ്ഞില്ലേ, ആ റൂട്ട് പോണ വഴി പൂപ്പാറ അവിടേക്ക് പോയിട്ട് അവിടുന്ന് സ്ഥലം ചോദിച്ച് പോകണം കേട്ടോ. അവിടുന്ന് റൈറ്റ് സൈഡിൽ പോണ വഴിയാണ് നമ്മൾ പോകേണ്ടത്. സ്ട്രെയിറ്റ് പോയാൽ തേനി കൺഫ്യൂഷൻ ആവും. അപ്പം നമ്മൾ ആ പോണ വഴി ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ നിറച്ചും ഫോഗ. നോക്കി നിങ്ങൾ ഈ സൈഡ് വലിയൊരു പാറയാണ് കേട്ടോ. നോക്കിയേ, ഇവിടുന്ന് നോക്കിയേ, ഇവിടെ ഒക്കെ ഫോഗാണ് കേട്ടോ. നോക്കിയേ, ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇത് കാണിച്ചു തരാം. ഇതൊക്കെ ആ സൈഡൊക്കെ കോട വരികയാണ് കേട്ടോ. കോട മൊത്തം അവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ലടാ, അത്രയും കോട. ഞാൻ ഡ്രോണാന്ന് വിചാരിച്ചു. ഡ്രോണല്ല, പരുന്താണ് കേട്ടോ അത്. നോക്കി, ഞാൻ ഡ്രോണാന്ന് വിചാരിച്ചു. നേരെ ഇനിയിപ്പോ ഉടുമ്പൽപേട്ട് വഴിയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് കേട്ടോ. 6 മണിക്ക് മുന്നേ ഇത് പാസ് ചെയ്തിട്ടില്ല വെച്ചെങ്കില് ആന ഇറങ്ങാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. വേറെ നമ്മൾ പോണ വഴി ഒരു സംഭവം കണ്ടിട്ടാ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മഴവില്ലേ, ഇവിടെ കുറച്ച് നീളത്തിലുണ്ടാകുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് മാഞ്ഞു വരുന്നൊക്കെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നു കേട്ടോ. നമുക്കിതൊക്കെ കുറച്ചൊരു അതിശയമായിട്ട് തന്നെയല്ല തോന്നുന്നത്, കാരണം നമ്മളിത് കാണാറില്ലല്ലോ അധികം. അത് നോക്കിയേ, അടിപൊളി തന്നെട്ടാ.
ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മളിവിടെ കണ്ടോ നോക്കി, ഇവിടെ ഒക്കെ മഴ പെയ്യാനുള്ള ഒരു ഇതിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി ഉടുമ്പൽപേട്ട് വഴിയാണ് നമ്മൾ നേരെ പിന്നെ ഈ ഗ്യാപ്പ് റോഡ് പോണ വഴി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ, നല്ല മനോഹരമായിട്ടാ ഈ പോണ എല്ലാ റൂട്ടും.
അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടാ, കാരണം ക്ഷീണം കൊണ്ടാണ്. അങ്ങനെ നമ്മളിതാ പൊള്ളാച്ചി ആ ഒരു ഫോറസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെയൊക്കെ വൈകുന്നേരം നമ്മുടെ ഈ എന്താ പറയുക, അപ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങിലുള്ള ചെക്ക് പോസ്റ്റ് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, അവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മൃഗങ്ങളിലൊക്കെ കാണാം, അപ്പോൾ ആനകളിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വണ്ടി സൈഡാക്കി ഇടുക, ഹോണൊന്നും അടിക്കരുത്, അങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ. കുറച്ച് ചെറിയൊരു ഇതും കൂടി വെച്ച് മനസ്സിലൊരു ചെറിയൊരു ഭീതി കൂടി ഉണ്ടാകുന്നു കേട്ടോ പോണ സമയത്ത്. അതുപോലെ തന്നെ കുറേ ഈ കാട്ടുപോത്ത് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫോറസ്റ്റ് കവർ ചെയ്തിട്ട് വന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ഡിക്കിൽ ഇഷ്ടംപോലെ ലഗേജ് ഉണ്ട്. അപ്പോൾ അവർ വന്ന് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ കടത്തി വിട്ടത് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറേ ദൂരം പോയതിന് ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പൊള്ളാച്ചി റൂട്ടിലാണ് കേട്ടോ. അപ്പം നമ്മുടെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ പോയ മൂന്നാർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളൊരു 12:15 വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇടാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടിപൊളി കാഴ്ചകൾ അടുത്ത പ്രാവശ്യം കാണാം.